ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് മക്കളെ വർത്താനം? സുഖം തന്നെയല്ലേ എല്ലാവർക്കും? നമുക്കിവിടെ സുഖമാണ്. നമ്മൾ പഠിച്ച ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ പന്തളിയാണ്. ഇനിയിപ്പോൾ ഒരു മാസത്തെ പന്തളി ഉണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടി വന്നതാണ്. നോക്കാൻ നിങ്ങൾ. അപ്പോൾ അതിൻ്റെ വെൽക്കമൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ കളി തുടങ്ങാനുള്ള പരിപാടിയാണ്. പ്രാർത്ഥനയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അൽഹംദുലില്ലാ. ആ പ്രാർത്ഥന കേട്ടപ്പോൾ സ്കൂൾ പഠിച്ച കാലമൊക്കെ അങ്ങോട്ട് ഓർമ്മ വന്നു. നമ്മളിമാര് പരിപാടിക്കൊന്നും പോയ ശീലമല്ല. നമ്മൾ പൊയ്ക്കണത് ഒന്നാമത്തത് വീഡിയോ പിടിച്ചാന്ന് കരുതിങ്ങാണ്ട് തന്നെ കേട്ടോ. ഒരു വീഡിയോ ആകുമല്ലോ എന്ന് കരുതിയാണ്ട് തന്നെയാണ് പൊയ്ക്കണത്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമ്മളെ അറിയുന്ന ആൾക്കാരും നമ്മളൊപ്പം പഠിച്ച ആൾക്കാരും ഒക്കെ കുറേ ആൾക്കാരുണ്ട്. ആരെങ്കിലുമൊക്കെ കാണുമല്ലോ എന്നും വിചാരിച്ചുകൊണ്ട് തന്നെയാണ് പൊയ്ക്കണത്. അപ്പോൾ അതാ വെൽക്കം പരിപാടിയൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ചണ്ടി മദ്ദളമൊക്കെ എടുത്തുങ്ങാണ്ട് പോകാനുള്ള വണ്ടിയാണ് ആ നിൽക്കുന്നത്. അതൊക്കെ കയറ്റിയും കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ അതിനോട് വന്നുങ്ങാണ്ട് അതും കണ്ടിരിക്കുകയാണ്. നല്ല രസമാണ് മക്കളെ കാണാൻ. നോക്കാൻ നിങ്ങൾ. വെൽക്കം ചെയ്യുന്ന പരിപാടിയാണ് അത് കേട്ടോ ഈ കാണുന്നത്. ഇനിയിപ്പോൾ അതൊക്കെ ഒഴിവാക്കിയിട്ട് വേണം കളിക്കാർക്ക് കയറാൻ. അതൊക്കെ ഇപ്പോൾ എപ്പോഴും ഒഴിവാകാവോ. 8 മണിക്ക് തുടങ്ങുന്ന പറഞ്ഞാണ്ട് വന്നിരുന്നതാണ്. നേരെ ഇവിടെ 9 മണിയും കഴിഞ്ഞു. പറഞ്ഞ മാതിരി തന്നെ നമ്മൾ അറിയുന്ന ആൾക്കാർ കുറേ ഉണ്ടേനും. കുറേ ആൾക്കാരുണ്ട്. ഒക്കെ കണ്ടും ചെയ്തു. അപ്പം ഇനി ഏതായാലും അതാണ് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഒരു ഗോളെങ്കിലും അടിച്ച് കഴിഞ്ഞിട്ട് അതും കൂടി കണ്ടുങ്ങാണ്ടാണ് പോകാമെന്ന് എഴുതിയിരിക്കുകയാണ്. നോക്കുകയാണെങ്കിൽ നിങ്ങൾ എത്രങ്ങാനും പെണ്ണുങ്ങളും കുട്ടികളുമാണ്. കുറേ ആൾക്കാരുണ്ട്. നമ്മൾ മടിച്ച് പോരേനു കേട്ടോ. വന്ന് നോക്കുമ്പോൾ നിറച്ച ആൾ. ഗാലറി എത്രങ്ങാനും സ്ഥലമുണ്ട്. ഈ ഗാലറി ഫുള്ള് ആൾ കഴിഞ്ഞിട്ട് പിന്നെയാണ് ആ നിൽക്കുന്നതൊക്കെ കേട്ടോ. അവിടെ നോക്കുകയാണെങ്കിൽ പെണ്ണുങ്ങളും കുട്ടികളും തന്നെ ഈ ഭാഗം ഫുള്ള് എല്ലാവരും ഉണ്ട്. അപ്പം എന്നാൽ ആ കളി തുടങ്ങാനുള്ള പരിപാടി ആയിക്കണ്. നമ്മൾ കളിയാണ് കാണുക. വെളിച്ചത്തിൻ്റെ ഒരു കുറവൊക്കെ ഉണ്ട് കേട്ടോ. രാത്രിയല്ലേ. എല്ലാവരും ക്ഷമിച്ചളി മക്കളെ. പിന്നെ ഇപ്പോൾ അത് കാണാൻ ഇൻട്രസ്റ്റ് ഉള്ളവരും ഉണ്ടാവും, കാണാൻ ഇഷ്ടമില്ലാത്തവരും ഉണ്ടാവും. നമ്മൾ നോക്കാണി. കളി തുടങ്ങി. നമുക്ക് പന്തലൊക്കെ കാണാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ ഇങ്ങനെയൊന്നും പോയിരുന്ന് കണ്ടിട്ടൊന്നുമില്ല. ടി വിയിലൊക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനെ കാണുന്നല്ലാതെ. എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഗ്രൗണ്ടിലും ഗാലറിയിലൊക്കെ പോയിരുന്നുങ്ങാണ്ട് പന്തളി കാണുന്നത്. പിന്നെ കുട്ടികളും ഒക്കെ ഉണ്ട്. എല്ലാവരും പോകുക പറഞ്ഞപ്പോൾ അടുത്തുള്ളവരും എല്ലാവരും ഉണ്ട്. അപ്പം നമ്മൾ പോവുക വിചാരിച്ച് പോയതാണ്. പിന്നെ ഇനിയിപ്പോൾ നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ നാളെ മരുന്ന് കിട്ടിയാൽ ഇന്ന് കിട്ടിയിട്ടില്ല. വൈകുന്നേരത്തിൻ്റെ ഉള്ളിൽ കിട്ടും എന്ന് പറഞ്ഞാൽ എത്തിയിട്ടില്ല. അപ്പം നാളെ മരുന്ന് കിട്ടിയാൽ നമ്മൾ പോവുകയും ചെയ്യും. അപ്പം ഏതായാലും ഒന്ന് പോയി കാണുക പറഞ്ഞാണ്ട് അങ്ങനെ പോയതാണ്.
ഇവിടെ നല്ല വെളിച്ചല്ല കേട്ടോ. അതാ ഇത് തുടങ്ങണതിൻ്റെ മുന്നേ ആ പരിപാടിൻ്റെ ഇതിനൊക്കെ പിടിച്ചതാണ്. നോക്കുകയാണെങ്കിൽ നിങ്ങൾ എത്രയാണ് പെണ്ണുങ്ങളും കുട്ടികളും നിറച്ച് ഗാലറി നിറച്ച ആളാണ്. അപ്പോൾ ഞാൻ എന്നും പറയണ മാതിരി തന്നെ എൻ്റെ കൂട്ടുകാരോട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അത് ഞാൻ എന്നും പറയണതന്നെ കേട്ടോ മക്കളെ. കച്ചവടക്കാരും കുട്ടികളും നോക്കുകയാണെങ്കിൽ നിങ്ങൾ കുട്ടികളും മക്കളും ഒക്കെ ഉണ്ട്. നമ്മളും അങ്ങനെ തന്നെ പോന്നിക്കണ്. ചെറിയ കുട്ടികളൊക്കെ ആയിട്ട് പോന്നിക്കുകയാണ്. അതിൽ ഉമ്മന്നെ ഉള്ളു പോരാത്ത്. മറ്റേ ഞങ്ങളെല്ലാവരും പോന്നിക്കുകയാണ് കാണാൻ. കാരണം എല്ലാവരും ഉണ്ടാകുമ്പോൾ അങ്ങനെ പോകാനും ഒരു രസമാണല്ലോ. അപ്പം അങ്ങനെ പോന്നതാണ് കേട്ടോ. ആരെങ്കിലും ഒരാളില്ല പറഞ്ഞാൽ പിന്നെ ആരും പോകൂല. അങ്ങനെയാണ്. ഇപ്പോൾ അയൽവക്കക്കാരാണെങ്കിലും അങ്ങനെ തന്നെ. ആരെങ്കിലും ഒരാളില്ല പറഞ്ഞാൽ പിന്നെ ആരും അനങ്ങൂല. അപ്പോൾ അതാ ഒരു ഗോൾ അടിച്ചിക്കണ്. അപ്പം എന്നാൽ ഇനി പോകാനുള്ള പരിപാടിയാണ് കേട്ടോ. നോക്കുകയാണെങ്കിൽ നിങ്ങൾ എത്രങ്ങാനും ജനം. ഞങ്ങൾ വന്നപ്പോൾ ഗാലറിയൊക്കെ കാലിയേനി. ഞങ്ങളുണ്ട് അതിൻ്റെ ഉള്ളിൽ കയറി കുറച്ച് നേരം ആയപ്പോക്കിന് എവിടുന്നേ വന്നതെന്നറിയില്ല, ഗാലറി ഫുള്ളായി. ഇതിങ്ങനെ മണ്ടി തട്ടുന്നത് കാണാൻ നല്ല രസമാണ്. ഇരുന്നങ്ങാണ്ട് സമാധാനത്തിലിരിക്കണം. പെരയിൽ ഉമ്മാനെ ഒറ്റക്കിട്ട് പോകുന്നതും അല്ലേ. ഒറ്റക്കല്ല, അയൽവാസിയിൽ കുട്ടികളും ഇവരൊക്കെ ഉണ്ട്. അപ്പോൾ ഓലും ഉമ്മാൻ്റെ അടുത്തുണ്ട്. ഓലെ ഇരുന്നോളാം പറഞ്ഞങ്ങാണ്ട് അങ്ങനെ പോയതുമാണ്. അല്ലെങ്കിൽ ആരും ഇല്ലെങ്കിൽ ഒറ്റക്കൊന്നും ഇട്ട് പോകൂല കേട്ടോ. ആളുണ്ടായിട്ട് തന്നെയാണ് പോയിക്കണമൊക്കെ. അപ്പം എന്നാൽ പിന്നെ ഇന്ന് ഇത് ഫുട്ബോളൊക്കെ തന്നെ ഉള്ളൂ. വേറെ കാര്യമായിട്ടൊന്നും നമ്മളെടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ കുറച്ചുണ്ട് നമ്മളെ ഫോണിൽ ഇത്രയൊക്കെ തന്നെ സെൻഡ് ചെയ്യാനും പറ്റുള്ളൂ, അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ കുറച്ച് പൊടിച്ചും ചെയ്യാം, അതാണ് ഇടും ചെയ്യാമെന്ന് കരുതിങ്ങാണ്ടാണ് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.